ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पदे गोपेशा गोपिकान्दा राधाकान्दा नमोऽस्तुते। सप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു വരുന്നു ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഒന്നാമത്തെ അധ്യായത്തിലെ സ്കന്ധം 1 അധ്യായം 1 ശ്ലോകം 18 വരെ നമ്മൾ കണ്ടു. ഇനി 19ാമത്തെ ശ്ലോകം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാണുന്നു ശൗനകാദി ഋഷികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു സൂതഗോസ്വാമിയോടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു അധ്യായത്തിൽ 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓൾറെഡി 5 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഓരോന്നായിട്ട് ഓരോരുത്തർ. യെസ്. ആദ്യത്തെ എല്ലാവർക്കും ശ്രേയസ്കരമായ കാര്യം എന്താണ്? ഓക്കെ, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. അറിയില്ല. മാതാജിന് പറയൂ. എല്ലാ വേദങ്ങളുടെയും ശാസ്ത്രം ഏതാണ്? വേദങ്ങളുടെയും സാരാംശം ഏതാണ്? സാരാംശം എന്താണ്? 2. മൂന്നാമത്തെ ഭഗവാൻ ദേവകി ജനിച്ചത് എന്താണ്? ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ചത് എന്തുകൊണ്ടാണ്? 3 ചോദ്യങ്ങളായി. ഓക്കെ. 4ാമത്തെ ചോദ്യം, ഭഗവാൻ എന്താണ് ജനിച്ച ശേഷം ഭഗവാന്റെ വാട്ട് ആക്ട് ഡിഡ് ഹി പെർഫോം? ആക്ച്വലി സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞു, ശീല ജീവഗോസ്വാമി പറയുന്നത് പുരുഷ അവതാരങ്ങളെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. ആക്ച്വലി ഭഗവാന്റെ അഡ്വഞ്ചറസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല അവതാരങ്ങളുടെയും അഡ്വഞ്ചർ പറയാനാണ് പറയുന്നത്. ബേസിക്കലി ഈ ഒരു 4ാമത്തെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ടു പുരുഷ അവതാരം. ഓക്കെ. 5ാമത്തെ ചോദ്യം, അഞ്ചാമത്തെ അവതാരങ്ങളില് 5ാമത്തെ ലീലാവതാരങ്ങള്, 4ാമത്തെ പുരുഷ അവതാരങ്ങള്. സ്പെസിഫിക്കലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ പുരുഷ അവതാരങ്ങളെ കുറിച്ച് വിവരിക്കും പറയുന്നു. പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാണ്? മഹാവിഷ്ണു, കാരണോദക സായി വിഷ്ണു, ഗർഭോദക സായി വിഷ്ണു, ക്ഷീരോദക സായി വിഷ്ണു. അവരെക്കുറിച്ച് വിവരിക്കാൻ പറയുന്നു. എങ്ങനെ ഇവിടെ സൃഷ്ടിയുടെ കാര്യങ്ങളും അതേപോലെ അവതാരങ്ങളെക്കുറിച്ചും. പിന്നീട് പറയുന്നത് 5ാമത്തെ ലീലാവതാരങ്ങൾ. ലീലാവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ, മത്സ്യകൂർമ്മ, വരാഹ അവതാരങ്ങളൊക്കെ ലീലാവതാരങ്ങളിൽ പെടുന്നു. ആ അവതാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും തരാൻ വേണ്ടി അവർ
ചോദിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഇനി 19ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം എന്താണ് ഇനി ഫർദർ ഉള്ളത് എന്നുള്ളത്. വയം തൂന വിത്പ്രിയാമ ഉത്തമശ്ലോകവിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ വയം തൂന വിത്പ്യാമ ഉത്തമശ്ലോകവിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. വായിക്കാം ആർക്കെങ്കിലും ഒരാൾക്ക്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ഹരേ കൃഷ്ണ. ഓക്കെ, ട്രാൻസ്ലേഷൻ വായിക്കാം ആർക്കെങ്കിലും. Hare Krishna Prabhu. We never tire of hearing the transcendental pastimes of the personality of Godhead, who is glorified by hymns and prayers. Those who have developed a taste for transcendental relationships will relish hearing of the satsang at every moment. താങ്ക് യു. ഇവിടെ ശൗനകാദ ഋഷികൾ പറയുന്നു, ആർക്കാണോ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിനുള്ള ആ ഒരു സ്വാദ് ആരാണോ അനുഭവിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ളവർ എത്ര കേട്ടാലും അവർക്ക് മതിയാവില്ല ഭഗവാന്റെ ലീലകളെക്കുറിച്ച്, ഭഗവാന്റെ ഗ്ലോറീസിനെക്കുറിച്ച്. ഭഗവാന്റെ സ്തുതികളാണെങ്കിലും ഭഗവാന്റെ ലീലകളാണെങ്കിലും എത്ര കേട്ടാലും മതിയാവില്ല. ഓരോ മൊമെൻറ്റിൽ അവർ റിലീഷ് ചെയ്യുന്നു. സ്വാദു സ്വാദു പദേ പദേ. സ്വാദു സ്വാദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്വാദു എന്ന് ഒരു പ്രാവശ്യമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, 2 പ്രാവശ്യം പറയുന്നു. അത്രമാത്രം സ്വീറ്റാണെന്ന് പറഞ്ഞു, അത്രമാത്രം റിലീഷ് ചെയ്യാൻ സാധിക്കും ഭഗവാന്റെ ലീലകൾ. പദേ പദേ, ഓരോ മൊമെൻറ്റിലും ഓരോ സ്റ്റെപ്പിലും. We never tire of hearing the transcendental pastimes of the Supreme Personality of Godhead, who is glorified by the hymns and praise. So, ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറയുന്നത്, who is glorified by hymns and praise. ഉത്തമ ശ്ലോക പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നത് ആ വ്യക്തിയെ ഉത്തമ ശ്ലോക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭഗവാൻ ഉത്തമ ശ്ലോക എന്ന് പറയുന്നൊരു പേരുണ്ട്. പോരാത്തതിന് ഏത് ശ്ലോകങ്ങളാണോ, രണ്ടാമത്തെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഏത് ശ്ലോകങ്ങളാണോ ഭഗവാനെ സ്തുതിക്കുന്നത്, ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന ശ്ലോകങ്ങളെല്ലാം ഉത്തമ ശ്ലോകങ്ങളാണ് എന്നുമുള്ളൊരു മീനിങ്ങും വരുന്നു. ഓക്കെ, സോ ഇവിടെ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ഓരോ നിമിഷവും ഓരോ മൊമെൻറ്റിലും അത് റിലീഷ് ചെയ്യാനുള്ള സ്വാദാണ്, അല്ലെങ്കിൽ അതിനുള്ള രുചി അനുഭവിച്ചവർക്ക് ഒരിക്കലും മതിയാവില്ല, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. ഒരു സാറ്റിയേഷൻ സംഭവിക്കില്ല. നേരെ മറിച്ചൊരു ഭൗതികമായിട്ടുള്ള ഒരു സിനിമാ കഥയാവട്ടെ അല്ലെങ്കിൽ ഫിക്ഷൻ ആവട്ടെ, പലതും അത് എത്ര വർഷം കേൾക്കാൻ പറ്റും, നമുക്ക് ബോറാവും അല്ലേ. ഭഗവാന്റെ ലീലകൾ അങ്ങനെയല്ല. Purport by Srila Prabhupada ki jai. There is great difference between mundane stories, fiction or history, and the transcendental pastimes of the Lord. The histories of the whole universe contain references to the pastimes of the incarnations of the Lord. The Ramayana, Mahabharata and the Puranas are histories of bygone ages recorded in connection with the pastimes of the incarnations of the Lord and therefore remain fresh even after repeated readings. So, നമ്മുടെ സാധാരണ ഉള്ള കഥകളോ അല്ലെങ്കിൽ ഫിക്ഷനോ അല്ലെങ്കിൽ വേറെ നോർമൽ ചരിത്രങ്ങളോ ഇതൊന്നുമല്ല ഭഗവാനെക്കുറിച്ച്. ഭഗവാന്റെ ലീലകൾ അങ്ങനെയല്ല. ഭഗവാന്റെ ലീലകൾ അതിമനോഹരമാണ്. ഭഗവാന്റെ ഒരുപാട് ലീലകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ അവതാരങ്ങളെയും സംബന്ധിച്ചുള്ള ലീലകൾ
രാമായണത്തിലും മഹാഭാരതത്തിലും മറ്റുള്ള പുരാണങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നു, പ്രതിപാദിക്കുന്നു. എപ്പോഴും എവർ ഫ്രഷ് ആയിട്ട് തോന്നുന്നു, എപ്പോഴും നമുക്ക് അത് ഫ്രഷ് ആയിട്ട് തോന്നും. അത്രമാത്രം രുചിയാണ്, അത്രമാത്രം സ്വീറ്റാണ് ഭഗവാന്റെ pastimes. For example, any may read Bhagavad Gita or Srimad Bhagavatam repeatedly throughout his whole life and yet find in them new light of information. Mundane news, so അതാണ് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ റിപ്പീറ്റഡ്ലി നമ്മൾ വായിച്ചാലും നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് പുതുതായിട്ടുള്ളത് എന്തെങ്കിലും നമുക്ക് കിട്ടും, പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീതയൊക്കെ. കാര്യം ഭഗവാനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ഗിവിങ് ലൈറ്റ്, ന്യൂ ലൈറ്റ്, പുതിയ വെളിച്ചങ്ങൾ, പുതിയ തിരിച്ചറിവുകൾ നമുക്ക് കിട്ടുന്നു. മണ്ടേൻ ന്യൂസ് ഈസ് സ്റ്റാറ്റിക്, whereas transcendental news is dynamic in as much as the spirit is dynamic and matter is static. സോ നമുക്കറിയാം മണ്ടൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണ ഈ ന്യൂസും ടി വിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. മണ്ടൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക തലത്തിലുള്ളത്. അതൊന്നും കുറച്ച് കഴിഞ്ഞാൽ മടുത്തു പോകുന്നു, അല്ലേ? എന്നാൽ ഭഗവാനുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് രുചി കൂടുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുവാനുള്ള നമ്മൾ ഒരിക്കലും ഒരു മടുപ്പ് തോന്നില്ല. Those who have developed a taste for understanding the transcendental subject matter are never tired of hearing such narrations. One is quickly satiated by the mundane activities, but no one is satiated by the transcendental devotional activities. അതാണ് നമ്മൾ പറഞ്ഞത്. സാധാരണ മണ്ടൈൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ബോറാവും. എന്നാൽ ഭഗവാന്റെ കാര്യങ്ങളും ഭക്തിയുടെ സേവനങ്ങളും അത് അങ്ങനെയല്ല. നമ്മൾ ഒരിക്കലും അതിൽ നമുക്കൊരു അസംതൃപ്തി തോന്നില്ല. എപ്പോഴും അത് വീണ്ടും ചെയ്യാനുള്ള ആഗ്രഹമാണ് വരുന്നത്. അതാണ് സ്പിരിച്വൽ കാര്യങ്ങളുടെ പ്രത്യേകത. കാര്യം നമ്മുടെ ആക്ച്വൽ ഐഡൻറ്റിറ്റി നമ്മൾ ഓരോരുത്തരും ആത്മാവായതുകൊണ്ട്, സ്പിരിറ്റ് സോൾ ആയതുകൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ലോങ് ടേമിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റുള്ളതെല്ലാം, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എറ്റേണലാണ് എന്ന് പറഞ്ഞ് ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റുള്ളതെല്ലാം ബോഡി സംബന്ധമായിട്ടുള്ളതാണ്. അപ്പോൾ ബോഡി വീക്കാവുന്നു, ബോഡിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, അതോടുകൂടി നമ്മുടെ മറ്റുള്ള സെൻസ് എൻജോയ്മെൻ്റ് എല്ലാം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഉത്തമ ശ്ലോക ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ലിറ്ററേച്ചർ വിച്ച് ഈസ് നോട്ട് മെൻറ്റ് ഫോർ എനി സയൻസ്, mundane literature is in the mode of darkness or ignorance, whereas transcendental literature is quite different. Transcendental literature is above the mode of darkness and its light become more luminous with progressive reading and realization of the transcendental subject matter. ഉത്തമ ശ്ലോകത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഉത്തമ ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, അതായത് ഏത് ശ്ലോകങ്ങളാണോ അല്ലെങ്കിൽ ആരെയാണോ ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത് ആ വ്യക്തിയായിട്ടുള്ള ഭഗവാനെ ഉത്തമ ശ്ലോകം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഭഗവാനെ സ്തുതിക്കുന്ന എല്ലാ ശ്ലോകങ്ങളും ഉത്തമ ശ്ലോകമാണ് എന്നും പറയാം. ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഭഗവാന് ഏത് ശ്ലോകമാണെങ്കിലും, അല്ല അതിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. എവറിത്തിങ് ഈസ് ഗ്ലോറിഫൈങ് കൃഷ്ണ. സോ all the slokas are glorious. അല്ലേ? സോ ഭൗതികമായിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ആവട്ടെ അതൊക്കെ ആക്ച്വലി തമോ ഗുണത്തിലുള്ളതാണ് പലതും. അതേപോലെ തന്നെ എന്നാൽ അതീന്ദ്രിയ തലത്തിലുള്ള നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗവതം ഭഗവത്ഗീതയൊക്കെ അതെല്ലാം ആധ്യാത്മിക തലത്തിലുള്ളതാണ്. അതാണ് വ്യത്യാസം. ഒന്ന് വെളിച്ചം തരുന്നു, ഒന്ന് നമ്മളെ കൂടുതൽ അന്ധരാക്കുകയാണ് ചെയ്യുന്നത്. സത്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൂടുതൽ ഭൗതികതയിൽ നമ്മൾ മുഴുകിയിരിക്കാനുള്ള കാര്യങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും. എങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ കൂടുതൽ അറ്റാച്ച്ഡായി നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കൂടുതൽ പെട്ടുപോകുന്നു, അല്ലെങ്കിൽ പെട്ടുപോകാനുള്ള വഴികളാണ് മറ്റുള്ളതിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മൾ അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ ആക്ച്വലി സംഭവിക്കുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കാനുള്ള ആ ബന്ധം അല്ലെങ്കിൽ ഇവിടെയുള്ള ബോണ്ടേജ് എല്ലാം പതുക്കെ കട്ടാവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി മുക്തിയിലേക്ക് അത് നമ്മളെ നയിക്കുന്നു. The so-called liberated persons are never satisfied by the repetition of the words Aham Brahmasmi. Such artificial realization of Brahman becomes hackneyed
And to relish real pleasure, they turn to the narrations of Srimad Bhagavatam. Those who are not so fortunate turn to altruism and the worldly philanthropy. This means the Mayavada philosophy is mundane, whereas the philosophy of Bhagavad Gita and Srimad Bhagavatam is transcendental. എന്താണ് പറയുന്നത് വെച്ചാൽ ശിലപ്രഭാജി അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ ഈ ബ്രഹ്മവാദികളൊക്കെ അവർ കുറേ അഹം ബ്രഹ്മാസ്മി അത് കുറേ ഫിലോസഫിയൊക്കെ പറയും. കുറേ കഴിയുമ്പോൾ അവർക്ക് അതിലൊരു ആനന്ദം കിട്ടാതെ തോന്നും. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് ബോറിംഗ് ആയി തോന്നും പലപ്പോഴും. അങ്ങനെ പിന്നെ അവസാനം ഭാഗവതമൊക്കെ കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ ഇവിടെ വീട്ടിൽ നടന്ന ഭഗവത്ഗീത ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ എന്താണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ഒരു കാര്യം, ബ്രഹ്മൻ റിയലൈസേഷൻ ഉള്ളവർക്ക് ഒരു പരിധിക്കപ്പുറം അവർക്ക് കാര്യം ഡയറക്റ്റ്ലി ഭഗവാനായിട്ടുള്ളൊരു കണക്ഷൻ, ഭഗവാനുമായിട്ടുള്ളൊരു സർവീസ് ഇല്ലാത്തതുകൊണ്ട്, വെറൈറ്റീസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ബോറിങ്. ആക്ച്വലി അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മുടെ ആത്മാവിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. അങ്ങനെ അതിനെ വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. ഓൾവേസ് എൻഗേജിങ് ഇൻ സംതിങ്, അല്ലെങ്കിൽ ഓൾവേസ് ആ ആനന്ദം, സച്ചിത് ആനന്ദം എന്നുള്ളതാണ് ആത്മാവിൻ്റെ ലക്ഷണങ്ങൾ അല്ലേ. സത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റേണാലിറ്റി, ശാശ്വതമായിട്ടുള്ളത്. ചിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുള്ളത്. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം. അപ്പോൾ ഇത് ആത്മാവിൻ്റെ ലക്ഷണമാണ് ആക്ച്വലി സച്ചിത് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ആ ഒരു എൻജോയ് ചെയ്യുക, റിലീഷ് ചെയ്യുക എന്നുള്ളൊരു ഫീച്ചറുണ്ട് ആക്ച്വലി നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മളെ പിടിച്ചു കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നു സംഭവിക്കുക? നമുക്ക് ആനന്ദമില്ല. കാര്യം ബ്രഹ്മവാദികൾക്ക് വെറൈറ്റീസ് ഇല്ല. അവരുടെ ഒരു ആഗ്രഹപ്രകാരം ആ ബ്രഹ്മജ്യോതിയിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ അവിടെ ലയിച്ചിരിക്കുന്നു. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി വരെ നഷ്ടപ്പെടുന്നു. ഇതാണ് അവരുടെ കൺസെപ്റ്റ്. അങ്ങനെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, ഒരു സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോറാവുന്നു. കാര്യം വെറൈറ്റീസ് ഇല്ല. ആനന്ദം കുറച്ച് കഴിഞ്ഞാൽ സാറ്റിയേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അവർ തിരിച്ച് വരുന്നതൊക്കെ. അതാണ് ശിലപ്രഭുപാദ് പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. ചില ബ്രഹ്മജ്യോതിയിൽ ബ്രഹ്മവാദികൾ ബ്രഹ്മജ്യോതി വരെ പോയി തിരിച്ചു വരുന്നു. അവിടുത്തെ ബ്രഹ്മാനന്ദത്തിൻ്റെ ഒരു ആസ്വാദനം അവർക്ക് പോരാതെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോരും. തിരിച്ച് എവിടേക്ക് വരുന്നത്? ഇങ്ങോട്ട് ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വരും. പിന്നെ വീണ്ടും അവർ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് ഭഗവാന്റെ പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടി, ശുദ്ധ ഭക്തരുടെ കൂടെ അവർക്ക് കൂടാൻ സാധിച്ചാൽ പിന്നെ അവർ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠ ലോകങ്ങളിലേക്കോ ഗോലോക വൃന്ദാവനത്തിലേക്കോ ഒക്കെ അവർക്ക് പോകാനുള്ള അവസരം കിട്ടും. ഒരുപക്ഷെ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ നമ്മളും മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്നവരായിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളും ബ്രഹ്മവാദികളായിരുന്നിട്ടുണ്ടാവും. പറയാൻ സാധിക്കില്ല. അപ്പോൾ എനിവേ, അപ്പോൾ ഈ ഫിലോസഫി ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഭാഗവത ഫിലോസഫി, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിൽ വരുന്ന ആളുകൾ രക്ഷപ്പെട്ടു. കാര്യം അത് പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നാണ്. ഓക്കെ, അടുത്ത ശ്ലോകം 20. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ. ശ്ലോകം വായിച്ചോളൂ ആരെങ്കിലും ഒരാൾ. ഹരേ കൃഷ്ണ പ്രഭു. യെസ്. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആരെങ്കിലും ട്രാൻസ്ലേഷൻ വായിക്കൂ. Hare Krishna. ഹരേ കൃഷ്ണ വായിക്കൂ. And Lord Krishna, the personality of Godhead, along with Brahma, played like Balarama played like a human being, and so masked. He performed many superhuman acts. ഓക്കെ, താങ്ക് യു മധുജി. പർപ്പോട്ട് ഞാൻ വായിക്കാം. ഇവിടെ പറയുന്നു കൃഷ്ണനും ബലരാമനും രണ്ടുപേരും, കൃഷ്ണൻ പരമധീമത്വ പുരുഷൻ, കൂടെ ബലരാമനും ഉണ്ട്. അവർ ഇവിടെ ഹ്യൂമൻ ബീങ്സ് അല്ല. അവരൊരിക്കലും മനുഷ്യരല്ല. അവർ ഭഗവാനാണ്.
അവർ മനുഷ്യരൂപം അല്ലെങ്കിൽ മനുഷ്യ നരലീല ചെയ്യാൻ വേണ്ടി വരുന്നു, അത്രയേ ഉള്ളൂ. കാണുമ്പോൾ മനുഷ്യരെ പോലെ തോന്നുമായിരിക്കും, എന്നാൽ അവർ സാധാരണ ആളുകളല്ല. അതിമർത്യാനി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ, അതിമർത്യാനി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹ്യൂമൻ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്, സാധാരണ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ കാണുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ തോന്നുന്ന രീതിയിൽ നരലീല ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് അവർ വരുന്നത്. പക്ഷേ അവരൊരു ശരീരം നമ്മളെപ്പോലെ ഭൗതിക ശരീരമല്ല, മാത്രമല്ല അവർ മനുഷ്യരും നമ്മളെപ്പോലെ മനുഷ്യരും അല്ല, അവർ ഭഗവത് തത്വമാണ്. വേറെ അവർ ചെയ്തിട്ടുള്ള ലീലകളൊക്കെ സൂപ്പർ ഹ്യൂമനാണ്. മർത്യാനി എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്തതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് പറയുന്നത്. Purport by Srila Prabhupada ki jai. The doctrines of anthropomorphism and zoomorphism are never applicable to Sri Krishna or the personality of Godhead. The theory that a man becomes God by dint of penance and austerities is very much rampant nowadays, especially in India. മലയാളം ഭാഗവതം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ ഇപ്പോൾ? ആദ്യത്തെ വരി ഒന്ന് വായിക്കൂ. ആന്തോമോർഫിസം, സൂമോർഫിസം. ഹരേ കൃഷ്ണ. മാനവ രൂപാരോപണ തത്വവും ദൈവത്തിനു മനുഷ്യന്റെ രൂപവും വികാരങ്ങളുമാണെന്ന സങ്കല്പം, ജന്തുരൂപാരോപണ തത്വവും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഒരിക്കലും ബാധകമല്ല. ഓക്കെ, താങ്ക് യു. സോ എന്താണ് ഈ ആന്തോമോർഫിസം, സൂമോർഫിസം എന്ന് അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും ആരെങ്കിലും അല്ല, ആർക്കെങ്കിലും നോക്കി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹോംവർക്കായിട്ട് തരുന്നു. എന്താണ് ആന്തോമോർഫിസം, സൂമോർഫിസം എന്നുള്ള ഒരു കൺസെപ്റ്റ്. ആക്ച്വലി അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ട്. എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അടുത്ത ആഴ്ചയിലോ അല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ ഷെയർ വിത്ത് എവരിബഡി, ഓക്കെ? ഓർ യു ക്യാൻ വെയിറ്റ് ടിൽ നെക്സ്റ്റ് ക്ലാസ്, നോ പ്രോബ്ലം. എനിവേ, അതൊരു കൈൻഡ് ഓഫ് ഫിലോസഫിയാണ്, നമുക്ക് പിന്നെ പറയാം. The theory that a man becomes a god by dint of penance and austerity is very much rampant nowadays, especially in India. ചില ആളുകൾ സ്വന്തം ഭഗവാനാണ്, ദൈവമാണ് ഞാനെന്ന് പറയുന്നവരുണ്ട് അല്ലേ? അങ്ങനെയുള്ള ആളുകൾ കൂടുതലാണിപ്പോൾ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലൊക്കെ. Since Lord Rama and Lord Krishna and Lord Chaitanya Mahaprabhu were detected by the sages and saints to be the personality of Godhead as indicated in revealed scriptures, many unscrupulous men have created their own incarnations. കൃഷ്ണനും രാമനും ചൈതന്യ മഹാപ്രഭുവിൻ്റെയൊക്കെ അവതാരങ്ങളെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പല ആളുകളും അവതാരങ്ങളാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ഇന്നത്തെ കാലത്ത്. പല സാധാരണ മനുഷ്യരും കുറച്ച് കാലം മുമ്പ് ഒരു കൽക്കി അവതാരം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിനു മുമ്പ് വേറെ അവതാരങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ അവതാരങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി അവർ അവതാരങ്ങളൊന്നുമല്ല, ഓരോ ആളുകൾ അവർക്ക് തോന്നുന്നത് പറയുന്നതാണ് ആക്ച്വലി. അപ്പോൾ അവതാരം ആണ് എന്നുള്ളതിന് അവതാരമായിട്ട് ഒരാളെ അംഗീകരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതും ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ആക്ച്വലി. എന്താണ് ശാസ്ത്രങ്ങളിൽ, അതായത് ഭാഗവതം, ഭഗവത്ഗീത, പുരാണങ്ങൾ ഒക്കെ, ഈ ഏതെങ്കിലും വേദങ്ങൾ, ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കണം ഇന്ന അവതാരം ഭഗവാൻ ഇന്ന യുഗത്തിൽ ഇന്ന സമയത്ത് എടുക്കുമെന്ന് എല്ലാ ശാസ്ത്രങ്ങളിലും ക്ലിയർ ആയിട്ട് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ റെഫറൻസ് ഉണ്ടാവും. ഇത് ഒരു ക്രൈറ്റീരിയയാണ് ആക്ച്വലി. അങ്ങനെ ആർക്കെങ്കിലും ഞാൻ അവതാരമാണെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയാം ഞാൻ അവതാരമാണ് ഭഗവാന്റെ, കൃഷ്ണൻ്റെ. സാധിക്കില്ല. ശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ അവരാണോ എന്നുള്ളത്? ഇപ്പോൾ കൽക്കി അവതാരം കുറച്ചു കാലം മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ കൽക്കി അവതാരം പറയുന്നുണ്ടായിരുന്നത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് ഞാൻ കൽക്കി അവതാരമാണെന്ന്. കൽക്കി അവതാരം വരാൻ പോകുന്നത് ഇനി 4 ലക്ഷത്തി ഒരുപാട് വർഷങ്ങൾ ഇനി കിടക്കുന്നു. ആക്ച്വലി കലിയുഗത്തിൻ്റെ അവസാനം, നമ്മളിരിക്കുന്ന കലിയുഗം ഏകദേശം 5500 വർഷങ്ങളെ ആയിട്ടുള്ളൂ, അതിനും അപ്പുറത്ത് പോയിട്ടില്ല. ഇനി 4,31,000 ചില്ലാനം വർഷങ്ങൾ ബാക്കി കിടക്കുക. സോ കൽക്കി അവതാരം ടുവേർഡ്സ് എൻഡിലാണ് വരുന്നത്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, ശാസ്ത്രങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഈ വ്യക്തി ഇന്ന അവതാരം വരുന്നു, ഇന്ന സ്ഥലത്ത് വരുന്നു, ആരാണ് അമ്മ, ആരാണ് അച്ഛനായിരിക്കുക, ആരാണ് അമ്മയായിരിക്കുക, അതുപോലും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീരാമൻ്റെ ആണെങ്കിലും
കൃഷ്ണൻ്റെ ആണെങ്കിലും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ. അതുകൊണ്ട് ഇതൊക്കെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒറിജിനൽ അവതാരങ്ങളാണ്. മറ്റുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ കെട്ടുകഥകളായിരിക്കാം. യെസ്, ദിസ് പ്രോസസ് ഓഫ് കൺകോക്ടിങ് ആൻ ഇൻകാർണേഷൻ ഓഫ് ഗാഡ് has become an ordinary business, especially in Bengal. Any popular personality with few traits of mystic powers will display some feat of jugglery and easily become an incarnation of the Godhead by popular vote. സോ ഇതാണ് പ്രഭുപാദ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പല അവതാരങ്ങളും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൽക്കി അവതാരം പോലെ പല ആളുകളും വന്ന് പറയും ഞാൻ അവതാരമാണെന്ന് പറയും. അവർ പറയുന്നത് എന്താ, അവർ കുറച്ച് ചെപ്പടി വിദ്യകളൊക്കെ കാണിക്കും, ചില സിദ്ധികളൊക്കെ അവർക്കുണ്ടാവും. ഈ സിദ്ധികൾ എന്ന് പറയുന്നത് ആത്മീയ തലത്തിലുള്ളതല്ല. ആക്ച്വലി അനിമ ലഘിമ പ്രാപ്തി എന്നൊക്കെ പറയുന്ന സിദ്ധികളുണ്ട്. അനിമ ലഘിമ പ്രാപ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് ഏറ്റവും, അതായത് ചെറുത്, നമ്മുടെ ശരീരം ഏറ്റവും ചെറുതാവാൻ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി മാറി ചെറിയൊരു ഡോട്ടിൻ്റെ അത്ര വലുപ്പമാക്കാം. അത് ഒരു അഷ്ടസിദ്ധിയാണ് ആക്ച്വലി. അതേപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വലുപ്പം കൂട്ടാൻ പറ്റുന്നു. അതേപോലെ പ്രാപ്തി എന്ന് പറഞ്ഞാൽ അബുദാബിയിൽ ഇരുന്നു കൊണ്ട് വൃന്ദാവനത്തിലെ അമ്പലത്തിലെ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് പ്രസാദം നമുക്ക് അവിടെ നിന്ന് പേട, ഇസ്കോൺ ടെമ്പിളിൽ നിന്ന് പേട ഇവിടുന്ന് കൈ നീട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കൃഷ്ണ ബലറാമ ടെമ്പിളിൽ ആ ഗോവിന്ദാസിൻ്റെ ആ പ്രസാദത്തിൻ്റെ കൗണ്ടറിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ സിദ്ധിയുണ്ട്, സിദ്ധിയുള്ളവരുണ്ട് ആക്ച്വലി. ഇങ്ങനെയുള്ള സിദ്ധി ആക്ച്വലി മെറ്റീരിയലാണ്, ഇത് സ്പിരിച്വലേ അല്ല. ഇതിനെ ആക്ച്വലി ശാസ്ത്രങ്ങൾ പറയുന്നത് അഷ്ടസിദ്ധികൾ എന്ന് പറയും. ഈ അഷ്ടസിദ്ധികൾ പല സുകൃതി, അവർ ചെയ്തിട്ടുള്ള മുൻ ജന്മങ്ങളിലെ സുകൃതികളൊക്കെ കൊണ്ടും ഒക്കെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അഷ്ടസിദ്ധി കിട്ടുന്നത്. എന്നാൽ ഈ അഷ്ടസിദ്ധി ഭഗവാനാണെന്നുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാനാണ് ഞാനെന്ന് പറയാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. കാര്യം അഷ്ടസിദ്ധി മെറ്റീരിയലാണ്. ഈവൻ കുറച്ചു കാലം മുമ്പ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കും. ആളുകൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും, ഓ ഇത് ഭഗവാനാണ്, ദൈവമാണെന്ന് വിചാരിക്കും. ഇതൊന്നും ഒരു ഈവൻ നമുക്കും അതിനുള്ള ക്വാളിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ ഇതുപോലെ അഷ്ടസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ആക്ച്വലി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്കാർക്കും. ബിക്കോസ് അഷ്ടസിദ്ധി കൊണ്ട് ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. ആളുകളുടെ കയ്യടി കിട്ടുമായിരിക്കും, പക്ഷെ ഭഗവാനെ ഒരിക്കലും കിട്ടില്ല. ഭഗവാനെ കിട്ടണമെങ്കിൽ ഭക്തിയാണ് വേണ്ടത്. സോ അതാണ് വ്യത്യാസം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും സിദ്ധിയുള്ളവർ പലവരും ചിലപ്പോൾ വായുവിൽ നിന്ന് ഭസ്മം എടുക്കുന്നു, വായുവിൽ നിന്ന് ആപ്പിൾ എടുക്കുന്നു, ഓറഞ്ച് എടുക്കുന്നു. അപ്പോൾ ആളുകൾ ഓ അത്ഭുതം, അത്യത്ഭുതം, അത് എങ്ങനെ സംഭവിക്കുന്നു, ഓ നിങ്ങൾ ദൈവമാണ്. അപ്പോൾ ദൈവമായിട്ട് ലേബൽ ഇടുന്നു, ആ വ്യക്തി സ്വന്തം ദൈവമാണെന്ന് പറയുന്നു, ആളുകൾ അങ്ങനെയുള്ളവരെ ആരാധിക്കുന്നു. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അതിൽ പലതും പല ഫേക്കായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയമാണ് നമ്മുടെ ഈ യുഗത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ കാലത്ത്. എന്നാൽ അതൊക്കെ ആക്ച്വലി അവരൊന്നും അവതാരങ്ങളെ അല്ല. ലോർഡ് ശ്രീകൃഷ്ണ വാസ് നോട്ട് ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻകാർണേഷൻ. ശിലപ്രഭാത് പറയുന്നു, he was actually the personality of Godhead from the very beginning of his appearance. He appeared before his so-called mother as four-armed Vishnu. Then at a request of the mother, he became like a human child and at once left her for another devotee at Gokula, where he was accepted as the son of Nanda Maharaja and Yashoda Mata. Similarly, Srila Baladeva, the counterpart of Lord Krishna, was also considered a human child born of another wife of Sri Vasudeva. ആക്ച്വലി അപ്പോൾ ഇവർ അവതാരങ്ങൾ എടുക്കുന്ന സമയത്ത് അവർ അച്ഛനും അമ്മയും സ്വീകരിക്കും. ഏതെങ്കിലും അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഒരു അവസരം കൊടുക്കും മകനായിട്ട്, അവരുടെ മകനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അപ്പോൾ ദേവികയും വസുദേവരും അവർ ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ തപസ്യ ചെയ്തിട്ടുണ്ട് ഭഗവാനെ മകനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നു ദേവികയ്ക്കും വസുദേവർക്കും. അതാണ് സംഭവിക്കുന്നത്. അതേപോലെ എന്നാൽ ഗോകുലത്തിലെ നന്ദമഹാരാജും യശോദറാണിയും അവർ ആധ്യാത്മിക ലോകത്തിലും ഭഗവാന്റെ അച്ഛനും അമ്മയാണ്. ആ റോളാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ ആക്ച്വലി ഇങ്ങോട്ടേക്ക് ഭഗവാൻ ലീല ചെയ്യാൻ വരുന്ന സമയത്ത് അവരെയും കൊണ്ടുവരും. കാര്യം ഭഗവാൻ തനിയെ വരില്ല, അദ്ദേഹം കൂടെ പാർഷദരെ കൊണ്ടുവരും. അപ്പോൾ യശോദറാണിയും നന്ദമഹാരാജവും അവരെയും കൊണ്ടുവരുന്നു.
ബാക്കി സുഹൃത്തുക്കളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ അവരെയും ഗോപികമാരും രാധാറാണിയും ഒക്കെ വരുന്നു അല്ലേ, എല്ലാവരെയും കൊണ്ടുവന്ന കൂട്ടത്തിൽ നന്ദമഹാരാജ് യശോദമ്മയും പറയുന്നു. ഇവിടെ ശിലപ്രഭുജി സോക്കോൾ മദർ എന്ന് എഴുതാൻ കാര്യം വേറെ ഒന്നുമല്ല, ആക്ച്വലി ഭഗവാന്റെ അമ്മ ഇത്, അതായത് അങ്ങനെ ഒരു ഡിവോട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കുന്നതാണ് ആക്ച്വലി. അപ്പോൾ ഭഗവാന്റെ അമ്മയാണോ ദേവകി എറ്റേണലി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ല എന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഭഗവാനാണ് എല്ലാവരെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദേവകിയും ഭഗവാന്റെ ഒരു അവതാരത്തിൽ ഒരു പ്രാവശ്യം അദ്ദേഹം അവതരിക്കുന്ന സമയത്ത് ദേവകിക്കും വസുദേവർക്കും ഒരു ചാൻസ് കൊടുക്കുന്നു. അവർ ശുദ്ധഭക്തരായതുകൊണ്ട് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ബലരാമൻ്റെ കാര്യവും. ഓക്കെ, in the Bhagavad Gita, Lord says that his birth and deeds are transcendental, and that anyone who is so fortunate as to know the transcendental nature of his birth and deeds will at once liberated and eligible to return to the kingdom of the God. ശ്ലോകം ഏതാണ്? ഹരേ കൃഷ്ണ. ജന്മകർമ്മസമയ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ രക്താദേഹം പുനർജന്മ. യെസ്, ഗുഡ്, താങ്ക് യു. അതാണ് ശ്ലോകം. നമ്മളെല്ലാ ബർത്ത്ഡേക്കും ചൊല്ലുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. അതായത് ഭഗവാന്റെ ജന്മവും കർമ്മവും ലീലകളും ഒക്കെ ശരിയായിട്ടുള്ള തത്വത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ അവരെ ഒരിക്കലും പുനർജന്മം എടുക്കേണ്ടി വരില്ല ഈ ഭൗതിക ലോകത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തത്വത്തിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കാര്യം ഭഗവാൻ സാധാരണ ഒരു മനുഷ്യനല്ല. പലവരും ധരിക്കുന്നത് ഭഗവാൻ മനുഷ്യനാണെന്നാണ്. അദ്ദേഹം പരമദിവ്യത്വം പുരുഷൻ തന്നെയാണ്. ലീലകൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവതാരങ്ങളെടുത്ത് വരുന്നു. അപ്പോൾ ഒരിക്കലും കാണുമ്പോൾ ചിലപ്പോൾ മനുഷ്യനെ പോലെ തോന്നുമായിരിക്കാം, അത് ലീലയുടെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹം മനുഷ്യരല്ല. അതുകൊണ്ട് ദിവ്യമാണ് കൃഷ്ണൻ്റെ ജന്മമാണെങ്കിലും ലീലകളാണെങ്കിലും എന്ന് ആരാണോ തത്വത്തിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവർ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിക്കില്ല എന്നാണ് പറയുന്നത് ആ ശ്ലോകത്തിൽ, ജന്മകർമ്മചമേ ദിവ്യം. So knowledge of the transcendental nature of the birth and deeds of Lord Krishna is sufficient for liberation. In the Bhagavatam, the transcendental nature of the Lord is described in 9 cantos, and the 10th canto his specific pastimes are taken up. So ഭാഗവതം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യത്തെ 9 സ്കന്ധങ്ങളിൽ കൃഷ്ണൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഗ്ലോറീസ് പറയുന്നു. കൃഷ്ണൻ ആരാണെന്ന് തത്വത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുശേഷം ദശമസ്കന്ധത്തിൽ 10ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ കൃഷ്ണൻ്റെ ലീലകൾ ആരംഭിക്കുന്നു. All this becomes known as one's reading of this literature progresses. It is important to note here, however, that the Lord exhibited his divinity even from the lap of his mother, that his deeds are all superhuman. So കൃഷ്ണൻ്റെ ലീലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാം സൂപ്പർ ഹ്യൂമൻ കാര്യങ്ങളാണ്. ഹി ലിഫ്റ്റഡ് ഗോവർദ്ധന അല്ലേ, 7ാമത്തെ വയസ്സിൽ ഗോവർദ്ധന പർവ്വതം എടുത്തു പൊക്കി. ആൻഡ് ദാറ്റ് ഓൾ ദീസ് ആക്ട്സ് ഡെഫിനറ്റ്ലി പ്രൂവ് ഹിം ടു ബി ആക്ച്വലി ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഒരു അഷ്ടസിദ്ധി നേടിയിട്ടുള്ള ഒരു വ്യക്തിക്കും ഗോവർദ്ധന പർവ്വതവും ഹിമാലയ പർവ്വതവും എടുത്ത് പൊക്കാൻ സാധിക്കില്ല. അതൊരിക്കലും സാധിക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ ആപ്പിളും ഭസ്മവും ഒക്കെ വായുവിൽ നിന്ന് അവർ കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷെ ഗോവർദ്ധന പർവ്വതം എടുത്ത് പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കില്ല. അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. Yet, due to his mystic covering, Krishnan, he was always accepted as an ordinary human child by his so-called father and mother and other relatives. അത് ലീലയുടെ ഭാഗമാണ്, ലീലാശക്തിയാണ് ഭഗവാന്റേത്. Whenever some Herculean task was performed by him, the father and mother took it otherwise, and they remained satisfied with unflinching parental love for their son. So, ആക്ച്വലി നമുക്കറിയാം, കൃഷ്ണൻ്റെ ലീലകൾ, പല ലീലകളും ചെയ്യുമ്പോൾ കൃഷ്ണൻ പല അസുരന്മാരെ, പൂതനയെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ കൃഷ്ണൻ ജനിച്ചിട്ട്, അപ്പോഴേയും പൂതനയെ കൊല്ലുന്നു. അതിനുശേഷം ഒരുപാട് ശകടാസുരൻ, ഒരുപാട് അസുരന്മാർ വരുന്നു, എല്ലാവരുടെയും കഥ കഴിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഗോകുലത്തിൽ, ഇതെങ്ങനെ സംഭവിക്കുന്നു, കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, അവൻ ഇതെങ്ങനെ സാധിക്കുന്നു. അപ്പോൾ അവർ ഫൈനലി കൺക്ലൂഷനിൽ എത്തുന്നത്, എൻ്റെ മകന് ഇതിനുള്ള ശക്തിയൊന്നുമില്ല, പക്ഷേ നമ്മൾ വിഷ്ണുവിനെ ആരാധിക്കുന്നതുകൊണ്ട് വിഷ്ണു വന്ന് കാര്യം സാധിച്ച് പോകുന്നതാണ്. നമ്മുടെ മകനെ ഒരു ഉപകരണമായിട്ട് വിഷ്ണു ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നു കൃഷ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നത്, പക്ഷെ കൃഷ്ണനൊന്നുമല്ല. കൃഷ്ണൻ എൻ്റെ മകനാണ്, അവൻ ഇടിവെട്ടിയാൽ പേടിക്കുന്ന ആളാണ്. യശോദാറാണിയുടെ
ഇടി വെട്ടുന്ന സമയത്ത് പേടിച്ച് യശോദറാണിയുടെ സാരിയുടെ പുറകിൽ പോകുന്ന ആളാണോ ഈ പറയുന്ന അസുരന്മാരെ കൊല്ലുന്നത് പറയുന്നത്? യശോദറാണിയും നന്ദമഹാരാജും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ചിരിക്കും. ഓ, എൻ്റെ മകൻ്റെ ധൈര്യം എനിക്കറിയാം. അസുരനും രാക്ഷസനും വന്നു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകാനുള്ള പേടി, ഇടി വെട്ടിയാൽ പോലും പേടിയാണ് അവന്. പക്ഷേ അതും ലീലയുടെ ഭാഗമാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നു? ബിക്കോസ് അത് ലീലാശക്തിയാണ്. ഭഗവാൻ കാര്യം വാത്സല്യ രസം എന്ന് പറഞ്ഞാൽ അതാണ്. അച്ഛനും അമ്മയ്ക്കും ആ ഒരു വാത്സല്യം തോന്നണമെങ്കിൽ അങ്ങനെയൊരു അവർക്ക് അങ്ങനെ ഉള്ളിൽ തോന്നണം അല്ലേ? അപ്പം അതിനുവേണ്ടി ഭഗവാന്റെ ശക്തി തന്നെ ഉപയോഗിച്ച് ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ ഉപയോഗിച്ച് അവരുടെ മുമ്പിൽ ആക്ച്വലി ഒരു കർട്ടൻ വരികയാണ് ചെയ്യുന്നത്. അതായത് ഭഗവത് ഭാവം അവരിൽ നിന്ന് പോകുന്നു. ആക്ച്വലി മുഗ്ധത എന്ന് പറയും അതിന് ശാസ്ത്രങ്ങളിൽ. ആ മുഗ്ധത ആക്ച്വലി ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസിയാണ്, ആന്തരിക ശക്തിയാണ്. ഭഗവാൻ എന്താ ചെയ്യുന്നത്? കൃഷ്ണന്റെ മുമ്പിലും മുഗ്ധത അല്ലെങ്കിൽ ഈ ആന്തരിക ശക്തി ഉപയോഗിച്ച് ഒരു കർട്ടൻ ഇടുന്നുണ്ട്. അതേപോലെ ഭക്തരുടെ മുമ്പിലും ഇടും. രണ്ട് കൂട്ടരിലിടും. കാര്യം യശോദറാണിയുടെയും നന്ദമഹാരാജന്റെയും മുമ്പിൽ മാത്രം അവരുടെ ഉള്ളിൽ ഭഗവത് ഭാവം തോന്നാതിരിക്കാൻ അത് മറയ്ക്കുമ്പോൾ കൃഷ്ണന്റെ ഭഗവത് ഭാവത്തിൽ തന്നെയാണ് ഇരിക്കും. ഞാൻ പരമദിവ്യത്വ പുരുഷനാണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കൃഷ്ണനെ സ്നേഹിക്കുന്ന സമയത്ത് മകനെ പോലെ സ്നേഹിക്കുമ്പോൾ അതിലൊരു ആസ്വാദനം ഉണ്ടാവില്ല അല്ലേ? കൃഷ്ണൻ എങ്ങനെ ആസ്വദിക്കുന്നു? കാര്യം കൃഷ്ണന് ഉള്ളിൽ തോന്നുവാണ് ഞാൻ ഭഗവാനാണ്, ഓ ഇവര് എന്തോ സർവീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെന്തോ എന്നെ മകനായിട്ട് കാണുന്നു, പക്ഷെ അവർക്ക് എന്നെ ശരിക്കും അറിയില്ല എന്ന് കൃഷ്ണന്റെ ഉള്ളിൽ തോന്നാം. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ മുമ്പിലും ഒരു കർട്ടൻ ഇടും, അദ്ദേഹത്തിന്റെ മുമ്പിലും ഒരു മറവ് വയ്ക്കുന്നു. അത് കൃഷ്ണന്റെ ശക്തി തന്നെയാണ്, ആന്തരിക ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ഒരു മറവിടുന്നു. അതും കൂടി ആവുമ്പോൾ പിന്നെ കൃഷ്ണനും മറക്കുന്നു ഞാൻ ഭഗവാനാണെന്നുള്ളത്. അപ്പോൾ അമ്മ വടിയെടുക്കുമ്പോൾ കരയും, ഇടിവെട്ടുമ്പോൾ കരയും. കാര്യം ഭഗവാനാണെന്ന് കൃഷ്ണനും അറിയുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ലീലകൾ. സോ സ്വീറ്റ്. സോ അതുകൊണ്ട് ലീലകൾ ഗോലോക വൃന്ദാവനത്തിലെ ലീലകൾ വളരെ സ്പെഷ്യലാണ് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് ഇവിടെ നൈമിഷാരണ്യത്തിലുള്ള ഈ ഋഷിവര്യന്മാർ ചോദിക്കുന്നത്, സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ളതെല്ലാം പറഞ്ഞു തരൂ, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് പറഞ്ഞു തരൂ, ഭഗവാന്റെ പുരുഷാവതാരങ്ങളെക്കുറിച്ചും ലീലാവതാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരൂ, ഞങ്ങൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. സോ പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം നമുക്ക്. 21. കലിം ആഗതാം അജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘശസ്ത്രേണ കഥായാം സക്ഷണാഹരേ. ഓക്കെ, ശ്ലോകം വായിച്ചോളൂ. ആരെങ്കിലും ഒരാൾ വായിക്കൂ. Hare Krishna. Yes. Kalim agatam ajnaya kshetresmin vaishnave vayam asina दीर्घसत्रेण कथायां सक्षणा हरे. Thank you. Translation ആരെങ്കിലും വായിക്കാം? Hare Krishna. Hare Krishna Prabhu. Knowing well that the age of Kali has already begun, we are assembled here in this holy place to hear at great length and transcendental message of Godhead, and in this way perform sacrifice. Hare Krishna. Okay, thank you. So ശൗനകാദി ഋഷികൾ പറയുന്നു, നോയിങ് വെൽ ദാറ്റ് ഏജ് ഓഫ് കലി ഹാസ് ഓൾറെഡി ബിഗൺ. കലിയുഗം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത്. കാര്യം ഈ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി. ആക്ച്വലി ഇതൊരു സാക്രിഫൈസ് ആണ്. ആക്ച്വലി ബേസിക്കലി ഇതൊരു യജ്ഞമാണ്. അവർ ശ്രവണ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂട്ടത്തിൽ കീർത്തനമുണ്ട്. കാര്യം ഭഗവാന്റെ സ്തുതികളും ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ഇതിൻ്റെ സൂത ഗോസ്വാമി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഭാഗവതം മുഴുവനാണ് പറയുന്നത്.
സോ അതൊരു വലിയൊരു യജ്ഞമാണ് ആക്ച്വലി. ഭാഗവത യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശൗനകാദ ഋഷികൾ അവരുടെ പുരോഗതിക്ക് വേണ്ടി, ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ചോദിക്കുന്നതല്ല. ആക്ച്വലി കലിയുഗത്തിലെ എല്ലാവർക്കും അനുഗ്രഹത്തിന് വേണ്ടി, എല്ലാവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവർ ചോദിക്കുന്നതാണ് ഇതെല്ലാം. Srila Prabhupada purport. Srila Prabhupada ki jai. This age of Kali is not at all suitable for self-realization, as was Satyuga, the golden age, or Treta or Dwapara Yuga, the silver and copper ages. So, Satyugate golden age എന്ന് പറയും, സുവർണ സമയം. ത്രേത സിൽവർ, കോപ്പറായിട്ട് ദ്വാപര പറയും. അയേൺ ആണ്, ഇരുമ്പാണ് കലിയുഗം. ഫോർ സെൽഫ് റിയലൈസേഷൻ, അപ്പോൾ സെൽഫ് റിയലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരം കലിയുഗത്തിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, സ്യൂട്ടബിൾ അല്ല. For self-realization, people in Satyuga living a lifetime of 100,000 years were able to perform prolonged meditation. Treta Yuga, where the duration of life was 10,000 years, self-realization was attained by great sacrifice. Dwapara Yuga, when the duration of life was 1,000 years, self-realization was attained by worship of the Lord. But in Kali Yuga, the maximum duration of life being 100 years only, and that combined with various difficulties, the recommended process of self-realization is of hearing and chanting the holy name, fame and pastimes of the Lord. Kriteyat dhyayatam Vishnum Tredayam Yajado Mage Dwapare Paricharyayam Kalo Tat Hari Kirtana. ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ് 12ാമത്തെ സ്കന്ധത്തിൽ. സത്യയുഗത്തിൽ മെഡിറ്റേഷൻ ആയിരുന്നു ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രോസസ്സ്. ത്രേതായുഗത്തിൽ യജ്ഞങ്ങളായിരുന്നു. ദ്വാപരയുഗത്തിൽ അമ്പലം, അതായത് ശ്രീമൂർത്തി വിഗ്രഹാരാധനയായിരുന്നു. അതേപോലെ കലിയുഗത്തിലെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രോസസ്സ് സിമ്പിളാണ്, ശ്രവണവും കീർത്തനവും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഭാഗവതം, ഭഗവത്ഗീത കേൾക്കുക, വായിക്കുക. അതൊക്കെ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഒക്കെ. ശ്രവണവും കീർത്തനവുമാണ് ഈ ഒരു യുഗത്തിൽ, കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ആത്മസാക്ഷാത്കാരത്തിന്. സോ നമ്മളെല്ലാവരും ശരിയായിട്ടുള്ള, കറക്റ്റായിട്ടുള്ള ഒരു പാതയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ കൃഷ്ണപ്രേമം എന്ന് പറയും, അല്ലെങ്കിൽ ശുദ്ധഭക്തി ആയിരിക്കാം, അല്ലേ, ഭഗവത് സേവനമായിരിക്കാം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിലേക്കുള്ള മാർഗം ശ്രവണവും കീർത്തനവുമാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ ഇൻ ദ റൈറ്റ് പാത്ത്, റൈറ്റ് ട്രാക്ക്. അത് പ്രോപ്പർലി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ദ സേജസ് ഓഫ് നൈമിഷാരണ്യ ബിഗാൻ ദിസ് പ്രോസസ് ഇൻ എ പ്ലേസ് മെൻറ്റ് സ്പെസിഫിക്കലി ഫോർ ദ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്. സോ അതാണ് പറയുന്നത്. ഇവർ ഈ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ളത് എവിടെയാണ്? ഒന്ന് കുരുക്ഷേത്രത്തിലാണ് ഇവർ, നൈമിഷാരണ്യത്തിലാണ് ഇരിക്കുന്നത്. നൈമിഷാരണ്യം വളരെ സ്പിരിച്വലി പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ അവർ ഇതെല്ലാം ചോദിക്കുന്നത് എല്ലാവരുടെയും ആത്മീയ പുരോഗതിക്ക് വേണ്ടി. ദേ പ്രിപ്പയർഡ് ദെംസെൽവ്സ് ടു ഹിയർ ദ പാസ്റ്റംസ് ഓഫ് ദ ലോർഡ് ഓവർ എ പീരീഡ് ഓഫ് 1000 years. ഇത് കലിയുഗത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ് ദ്വാപരയുഗത്തിൻ്റെ ഏകദേശം അവസാനവും കലിയുഗത്തിൻ്റെ തുടക്കവും പറയുന്ന സമയമാണ്. അതുകൊണ്ട് ഇവരുടെ ലൈഫ് സ്പാൻ കുറച്ച് കൂടുതലായിരുന്നു. സോ അവർ ഒരുപാട് വർഷങ്ങൾ ഇത് കേട്ടു, ഭഗവാനെക്കുറിച്ച് കേൾക്കുകയായിരുന്നു ചെയ്യുന്നത്. ബൈ ദ എക്സാമ്പിൾ ഓഫ് ദീസ് സേജസ് one should learn that regular hearing and recitation of the Bhagavatam is the only way for self-realization. അതാണ് നമുക്കുള്ള പോയിന്റ്. അതുകൊണ്ട് റെഗുലർ ഹിയറിങ്ങും റെസിറ്റേഷനും, ഭാഗവതം വായിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഉത്തമമാണ് ആക്ച്വലി. ഇതാണ് നമ്മുടെ കലിയുഗത്തിലെ ആത്മസാക്ഷാത്കാരത്തിലുള്ള പ്രോസസ്സ്. ഇതിനകത്ത് നാമജപവും വരും, ഹിയറിങ്ങും റെസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭഗവാന്റെ നാമങ്ങളും ശ്ലോകങ്ങളും ഹരേ കൃഷ്ണ മഹാമന്ത്രവും എല്ലാം വരുന്നു. അതർ അറ്റംപ്റ്റ്സ് ആർ സിംപ്ലി വേസ്റ്റ് ഓഫ് ടൈം ഫോർ ദേ ഡു നോട്ട് ഗിവ് എനി ടാഞ്ചബിൾ റിസൾട്ട്സ്. അതാണ്, ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. ബിക്കോസ് ഓൾറെഡി കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്, ധർമ്മം ഇതാണ്, നാമസങ്കീർത്തനമാണ്. അപ്പോൾ അതാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. Lord Sri Chaitanya Mahaprabhu preached this system of Bhagavata Dharma and recommended that all those who were born in India should take the responsibility of broadcasting the messages of the Lord Krishna, Sri Krishna, primarily the message of Bhagavad Gita.
And when one is well established in the teachings of Bhagavad Gita, he can take up the study of Srimad Bhagavatam for enlightenment or in self-realization. So Sri Chaitanya Mahaprabhu പറയുന്നുണ്ടായിരുന്നു, ഭാരതഭൂമിയിൽ ആരൊക്കെയാണോ ജനിച്ചിട്ടുള്ളത് അവർ ജന്മ സാർത്ഥക കറി കരോ പരോപകാർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഭാരതഭൂമിയിൽ ജന്മമെടുത്തിട്ടുള്ളവർ അവരവരുടെ ജന്മം സാക്ഷാത്കരിക്കുക, അതായത് നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്ത് നാമം ജപിച്ച് ഭഗവാനെക്കുറിച്ച് കേട്ട് വി ഹാവ് ടു പെർഫെക്റ്റ് അവർ ലൈഫ്. അതേ സമയത്ത് കറോ പരോപകാർ, വി ഹാവ് ടു ബ്രോഡ്കാസ്റ്റ് ഓർ ഗീവ് ദിസ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുകയും വേണമെന്നുള്ളത്. ഇതാണ് മഹാപ്രഭുവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് ആക്ച്വലി. സോ ഈ മെസ്സേജസ് ശിലപ്രഭാജി ഇവിടെ പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ ഈ മെസ്സേജസ് എല്ലാം ഉണ്ട്, വേണ്ടതെല്ലാം ഉണ്ട്. അപ്പോൾ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ മറ്റുള്ളവരിലേക്ക്, അതിലുള്ള എസെൻസ് അല്ലെങ്കിൽ ഭഗവത്ഗീത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവത്ഗീതയാണ് പ്രിലിമിനറി സ്റ്റഡി. അതിനുശേഷം അടുത്ത സ്റ്റഡിയാണ്, അതായത് പ്രിലിമിനറി സ്റ്റഡി എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം പോലെ. ശ്രീമദ് ഭാഗവതം ഗ്രാജുവേഷൻ ആണെങ്കിൽ ശ്രീ ചൈതന്യ ചരിതാമൃതം പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് പറയുന്നു. സോ ഇതിലെല്ലാത്തിലും ഭഗവാനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം കേട്ട് പഠിച്ച് നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കുക, അതിനുശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണോ നമ്മൾ എയർപ്ലെയിനിൽ കയറുമ്പോൾ, ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് അവർ സേഫ്റ്റി അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് പറയും, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാസ്ക് ഇതിൽ നിന്ന് വരും. മാസ്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മാസ്ക് വെക്കുക, നിങ്ങൾ മാസ്ക് വെച്ച് നിങ്ങളുടെ ഭാഗം സേഫാക്കിയതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് മാസ്ക് വെച്ച് കൊടുക്കുക, ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുക. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ മാസ്ക് വെച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കുന്നുള്ളൂ മാത്രമല്ല, നമുക്ക് പ്രോബ്ലം ഉണ്ടാവുന്നത് മാത്രമല്ല, നമ്മൾ ആദ്യം മാസ്ക് വെച്ചാൽ വി ക്യാൻ സേവ് അവർ സെൽഫ്. ബട്ട് നോട്ട് ഓൺലി ദാറ്റ്, വി ക്യാൻ സേവ് മെനി അതേഴ്സ്. നമ്മളത് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണമെങ്കിൽ ഒരാളെ രക്ഷിക്കാം, 2 ആളെ രക്ഷിക്കാം. ഇപ്പം ചിലപ്പോൾ അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് രക്ഷിക്കാനുള്ള ചാൻസ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ജന്മസാർത്ഥകർ, നമ്മുടെ നമ്മുടെ സാക്ഷാത്കാരിക്കാർ. നമ്മൾ അത് മനസ്സിലാക്കി പഠിച്ച് കേട്ട് അത് ഫോളോ ചെയ്താലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. സോ അതുകൊണ്ട് വി ഹാവ് ടു ഫോളോ, അറ്റ്ലീസ്റ്റ് ട്രൈ ടു ഫോളോ സിൻസിയർലി, ദെൻ അത് മറ്റുള്ളവർക്ക് പാസ് ഓൺ ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് മഹാപ്രഭുവിൻ്റെ ഇൻസ്ട്രക്ഷൻ, നമുക്കെല്ലാവർക്കും ഉള്ള ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ബാക്കിയുള്ളത് ഭഗവാന്റെ കാരുണ്യത്തോടുകൂടി നമ്മൾ അടുത്ത പ്രാവശ്യം നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഗ്രന്ഥര ശ്രീമദ് ഭാഗവതം കി ജയ്, ജഗദ്ഗുരു ശിലാ പ്രഭുപാദ് കി ജയ്, സമവേദ ഗൗര ഭക്തവൃന്ദ കി ജയ്, വംശകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശില പ്രഭുപാദ് കി ജയ്. താങ്ക് യു.